സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിരിക്കുന്ന 100 ചോദ്യങ്ങളാണ്. അപ്പം മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ദുപ്പ് എന്ന് അറിയപ്പെടുന്നത്. ഇന്ദുപ്പ് പൊട്ടാസ്യം ക്ലോറൈഡ് ആണ്. പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് ഇന്ദുപ്പ് എന്ന് അറിയപ്പെടുന്നത്. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത്. ലിറ്റിൽ സിൽവർ പ്ലാറ്റിനമാണ്. പ്ലാറ്റിനം. നമുക്ക് ഭയക്കേണ്ടത് ഭയത്തെ തന്നെയാണ് എന്ന് പറഞ്ഞത്. നമുക്ക് ഭയക്കേണ്ടത് ഭയത്തെ തന്നെയാണ് എന്ന് പറഞ്ഞത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽട്ട് ആണ്. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽട്ട്. നമുക്ക് ഭയക്കേണ്ടത് ഭയത്തെ തന്നെയാണ് എന്ന് പറഞ്ഞത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽട്ട് ആണ്. നവജാത ശിശുവിൻ്റെ ഹൃദയസ്പന്ദന നിരക്ക്. നവജാത ശിശുവിൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റിൽ 130 തവണയാണ്. മിനിറ്റിൽ 130 തവണ. നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം. നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചിയാണ്. ഒരേ തരത്തിൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഭൂപടത്തിലെ സാങ്കല്പിക രേഖകൾ. ഒരേ തരത്തിൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഭൂപടത്തിലെ സാങ്കല്പിക രേഖകളാണ് ഐസോഹെയ്റ്റ്സ്. ഐസോഹെയ്റ്റ്സ്. നീതി ആയോഗ് എന്നതിൻ്റെ പൂർണ്ണരൂപം. നീതി ആയോഗ് എന്നതിൻ്റെ പൂർണ്ണരൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. 1921 നവംബർ 10 കേരള ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടാൻ കാരണമായ സംഭവം. 1921 നവംബർ 10 കേരള ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടാൻ കാരണമായ സംഭവം വാഗൻ ട്രാജഡിയാണ്. അപ്പം വാഗൻ ട്രാജഡി നടന്നത് എന്ന് ചോദിച്ചാൽ എന്നാണ്? 1921 നവംബർ 10 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സ്ഥാപിതമായ വർഷം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് 1978 1978. ഏതു വാതകം സസ്യ എണ്ണയിലൂടെ കടത്തിവിട്ടാണ് വനസ്പതി നിർമ്മിക്കുന്നത്? ഏതു വാതകം സസ്യ എണ്ണയിലൂടെ കടത്തിവിട്ടാണ് വനസ്പതി നിർമ്മിക്കുന്നത്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ സസ്യ എണ്ണയിലൂടെ കടത്തിവിട്ടാണ് വനസ്പതി നിർമ്മിക്കുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത്. ഖിലാഫത്ത് അലി സഹോദരന്മാരാണ്. അലി സഹോദരന്മാരാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത്. അലി സഹോദരന്മാർ. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഭാരതീയൻ ആരാണ്? ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഭാരതീയൻ ദാദാഭായ് നവറോജി ആണ്. ഒളിമ്പിക് വളയങ്ങളിൽ ഏഷ്യയെ പ്രതിനിധാനം ചെയ്യുന്ന വളയത്തിൻ്റെ നിറം. ഒളിമ്പിക് വളയങ്ങളിൽ ഏഷ്യയെ പ്രതിനിധാനം ചെയ്യുന്ന വളയത്തിൻ്റെ നിറം മഞ്ഞയാണ്. മഞ്ഞ. ഭരണഘടനയുടെ 40ാം അനുച്ഛേദം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? 40ാം അനുച്ഛേദം ഗ്രാമപഞ്ചായത്താണ്. ഗ്രാമപഞ്ചായത്ത്. പേപ്പട്ടി വിഷത്തിനുള്ള പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചത്. പേപ്പട്ടി വിഷത്തിനുള്ള പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്റർ ആണ്. ലൂയി പാസ്റ്റർ. കേരളത്തിലെ 1ാം നിയമസഭയിലെ പ്രോടൈം സ്പീക്കർ. കേരളത്തിലെ 1ാം നിയമസഭയിലെ പ്രോടൈം സ്പീക്കർ റോസമ്മ പുന്നൂസ്. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളിയിലാണ്. ഇടപ്പള്ളി. ഏറ്റവും പുരാതനമായ സംസ്കൃത കൃതി ഏതാണ്? ഏറ്റവും പുരാതനമായ സംസ്കൃത കൃതിയാണ് ഋഗ്വേദം. കൽക്കരിയുടെ രൂപാന്തരീകരണത്തിലെ ആദ്യഘട്ടം. കൽക്കരിയുടെ രൂപാന്തരീകരണത്തിലെ ആദ്യഘട്ടമാണ് പീറ്റ്. കള്ളു പൊളിക്കുമ്പോൾ പതഞ്ഞു പൊങ്ങുന്ന വാതകം ഏതാണ്? കള്ളു പൊളിക്കുമ്പോൾ പതഞ്ഞു പൊങ്ങുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്. ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹനായ ആദ്യ ഭാരതീയൻ. ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹനായ ആദ്യത്തെ ഭാരതീയനാണ് CV രാമൻ. ഇന്ത്യയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന മേഖല. ഇന്ത്യയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന മേഖല കാർഷിക മേഖലയാണ്. കാർഷിക മേഖല. ഏത് സംസ്ഥാനം വിഭജിച്ചാണ് ജാർഖണ്ഡ് രൂപവത്കരിച്ചത്? ജാർഖണ്ഡ് രൂപവത്കരിച്ചത് ഏത് സംസ്ഥാനം?
വിഭജിച്ചിട്ടാണ്. ബീഹാറാണ്, ബീഹാർ. ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് കോലാട്ടം? കോലാട്ടം എന്നത് തമിഴ്നാട്ടിലെ നൃത്തരൂപമാണ്, തമിഴ്നാട്. അടുത്ത ചോദ്യം, മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത്? മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്, ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാത്മാഗാന്ധി ദണ്ഡിയാത്ര ആരംഭിച്ച സ്ഥലം? മഹാത്മാഗാന്ധി ദണ്ഡിയാത്ര ആരംഭിച്ചത് അഹമ്മദാബാദിൽ നിന്നുമാണ്, അഹമ്മദാബാദ്. ഇന്ത്യയിൽ പോസ്റ്റൽ സംവിധാനം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ? ഇന്ത്യയിൽ പോസ്റ്റൽ സംവിധാനം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസിയാണ്, ഡൽഹൌസി. എല്ലാവർക്കും തെറ്റു പറ്റാറുണ്ട്, എന്നാൽ ബുദ്ധിമാന്മാർ മാത്രം അവരുടെ തെറ്റിൽ നിന്നും പഠിക്കുന്നു എന്ന് പറഞ്ഞത് സർ വിൻസ്റ്റൺ ചർച്ചിലാണ്. എല്ലാവർക്കും തെറ്റു പറ്റാറുണ്ട്, എന്നാൽ ബുദ്ധിമാന്മാർ മാത്രം അവരുടെ തെറ്റിൽ നിന്നും പഠിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? സർ വിൻസ്റ്റൺ ചർച്ചിൽ. കറുപ്പ് യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ്? കറുപ്പ് യുദ്ധത്തിൽ പങ്കെടുത്തത് ഇംഗ്ലണ്ട്, ചൈന, ഇംഗ്ലണ്ട്, ചൈന. ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആര്? ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് സുന്ദർലാൽ ബഹുഗുണയാണ്, സുന്ദർലാൽ ബഹുഗുണ. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? 1.25 കോടി മലയാളികൾ EMS നമ്പൂതിരിപ്പാടാണ്, EMS നമ്പൂതിരിപ്പാട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം 10 ഡിഗ്രി ചാനലാണ്, 10 ഡിഗ്രി ചാനൽ. അനുച്ഛേദം ഏത് അനുച്ഛേദം പ്രകാരമാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് 12 പേരെ നാമനിർദ്ദേശം ചെയ്യുന്നത്? ഏത് അനുച്ഛേദ പ്രകാരമാണ് രാഷ്ട്രപതി 12 പേരെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത്? അനുച്ഛേദം 80 ആണ്, അനുച്ഛേദം 80. പിത്തരസം സംഭരിച്ചു വെക്കുന്ന അവയവം? പിത്തരസം സംഭരിച്ചു വെക്കുന്ന അവയവം ഗാൾ ബ്ലാഡർ ആണ്, ഗാൾ ബ്ലാഡർ. ഭട്നഗർ അവാർഡ് ഏത് മേഖലയിൽ നൽകുന്നു? ഭട്നഗർ അവാർഡ് ശാസ്ത്രമാണ്, ശാസ്ത്രം. ഭൗമാന്തരീക്ഷത്തിലെ ഏറ്റവും അപൂർവമായി കാണപ്പെടുന്ന വാതകം ഏതാണ്? ഭൗമാന്തരീക്ഷത്തിലെ ഏറ്റവും അപൂർവമായി കാണപ്പെടുന്ന വാതകം റാഡോൺ ആണ്, റാഡോൺ. പ്രാചീന സംസ്കൃത സാഹിത്യത്തിൽ രത്നാകര എന്നറിയപ്പെട്ടത്? പ്രാചീന സംസ്കൃത സാഹിത്യത്തിൽ രത്നാകര എന്നറിയപ്പെട്ടത് ഇന്ത്യൻ മഹാസമുദ്രം. അരിമ്പാറ ഉണ്ടാകുന്നതിന് കാരണം വൈറസ് ആണ്, വൈറസ്. പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം കേസിൻ, പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യമാണ് കേസിൻ. ആഫ്രിക്കൻ കവിതകൾ എന്ന വിവർത്തന കവിതയുടെ കർത്താവ്? ആഫ്രിക്കൻ കവിതകൾ എന്ന വിവർത്തന കവിതയുടെ കർത്താവ് പുതുശ്ശേരി രാമചന്ദ്രനാണ്, പുതുശ്ശേരി രാമചന്ദ്രൻ. ഭാരത് മാത എന്ന പ്രശസ്ത ചിത്രം വരച്ചത് ആര്? ഭാരത് മാത എന്ന പ്രശസ്ത ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ് ടാഗോർ ആണ്, അബനീന്ദ്രനാഥ് ടാഗോർ. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യവസായി? ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യവസായി ശാന്തി പ്രസാദ് ജെയിൻ ആണ്, ശാന്തി പ്രസാദ് ജെയിൻ. തിരുവിതാംകൂറിൽ ശ്രീമതി എന്ന മാസിക ആരംഭിച്ചത്? തിരുവിതാംകൂറിൽ ശ്രീമതി എന്ന മാസിക ആരംഭിച്ചത് അന്നാചാണ്ടിയാണ്. മാസികയുടെ പേര് ശ്രീമതി, ആരംഭിച്ചത് അന്നാചാണ്ടി. ഡിസംബർ 10 ഏത് ദിനമായിട്ട് ആചരിക്കുന്നു? ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമാണ്, മനുഷ്യാവകാശ ദിനം. അക്കാമ ചെറിയാൻ ജനിച്ച സ്ഥലം ഏതാണ്? അക്കാമ ചെറിയാൻ കാഞ്ഞിരപ്പള്ളിയാണ്, കാഞ്ഞിരപ്പള്ളി. തൻ്റെ മാതാവിൻ്റെ വിയോഗത്തെ തുടർന്ന് കുമാരനാശാൻ രചിച്ച വിലാപ കാവ്യം? തൻ്റെ മാതാവിൻ്റെ വിയോഗത്തെ തുടർന്ന് കുമാരനാശാൻ രചിച്ച വിലാപ കാവ്യമാണ് ഒരു അനുതാപം. ഒരു അനുതാപം എന്ന വിലാപ കാവ്യം രചിച്ചത് ആര് എന്ന് ചോദിക്കാറുണ്ട്. ആരാണ്? കുമാരനാശാനാണ്. മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് ആര്?
പുസ്തകത്തിൻ്റെ പേര് മലബാർ കലാപം. രചിച്ചത് കെ മാധവൻ നായരാണ്. കെ മാധവൻ നായർ. ബോംഡില ചുരം ഏത് സംസ്ഥാനത്താണ്? ബോംഡില ചുരം അരുണാചലിലാണ്. അരുണാചൽ. ലാവ കൊണ്ടുണ്ടായ ഇന്ത്യൻ പീഠപ്രദേശം. ലാവ കൊണ്ടുണ്ടായ ഇന്ത്യൻ പീഠപ്രദേശം ഡെക്കാൻ ആണ്. ഡെക്കാൻ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ആരാണ്? രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് സർദാർ കെ എം പണിക്കർ. സർദാർ കെ എം പണിക്കർ. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ചെറുത് ഏതാണ്? ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ചെറുത് ഭൂട്ടാൻ. ലാഹോർ കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ലാഹോർ കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി AB വാജ്പേയി ആണ്. ഏത് കരാറിലാണ്? ലാഹോർ കരാറിൽ. എരിത്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത്. എരിത്രോസൈറ്റ്സ് ചുവന്ന രക്താണുക്കളാണ്. എരിത്രോസൈറ്റ്സ് ചുവന്ന രക്താണുക്കൾ. ഏറ്റവും വേഗത്തിൽ വളരുന്ന പുൽവർഗ സസ്യം. ഏറ്റവും വേഗത്തിൽ വളരുന്ന പുൽവർഗ സസ്യമാണ് മുള. ഇന്ത്യയിലെ ആദ്യത്തെ സിദ്ധഗ്രാമം എന്ന ബഹുമതി നേടിയ ഗ്രാമം. ഇന്ത്യയിലെ ആദ്യത്തെ സിദ്ധഗ്രാമം എന്ന ബഹുമതി നേടിയത് ചന്ദിരൂറാണ്. ആലപ്പുഴ ജില്ലയിലെ ചന്ദിരൂറാണ് ഇന്ത്യയിലെ ആദ്യത്തെ സിദ്ധഗ്രാമം എന്ന ബഹുമതി നേടിയ ഗ്രാമം. ശ്രേഷ്ഠ ഭാഷ പദവി ലഭിക്കുന്ന എത്രാമത്തെ ഭാഷയാണ് മലയാളം? ശ്രേഷ്ഠ ഭാഷ പദവി ലഭിക്കുന്ന 5ാമത്തെ ഭാഷയാണ് മലയാളം. നിലവിൽ ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചിട്ടുള്ളത് എത്ര ഭാഷകൾക്കാണ്? കമന്റ് ചെയ്യുക. നിലവിൽ ശ്രേഷ്ഠ ഭാഷ പദവി ലഭിക്കുന്ന എത്ര ഭാഷകളാണ് ഉള്ളതെന്ന് കമന്റ് ചെയ്യുക. ഡെക്വർത്ത് ലൂയിസ് നിയമങ്ങൾ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡെക്വർത്ത് ലൂയിസ് നിയമങ്ങൾ ക്രിക്കറ്റാണ്. ക്രിക്കറ്റ്. മനുഷ്യൻ 1 മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു? മനുഷ്യൻ 1 മിനിറ്റിൽ ശരാശരി 13 മുതൽ 17 പ്രാവശ്യമാണ് ശ്വസിക്കുന്നത്. 13 മുതൽ 17 പ്രാവശ്യം. ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും കൊളുത്തി വെക്കുന്നതാണ്. ഏത് സംഘടനയുടെ ആപ്തവാക്യമാണിത്? ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും കൊളുത്തി വെക്കുന്നതാണ് എന്നത് ഏത് സംഘടനയുടെ ആപ്തവാക്യമാണ്? ആംനസ്റ്റി ഇന്റർനാഷണലിൻ്റെതാണ്. ആംനസ്റ്റി ഇന്റർനാഷണൽ. ഭൂഗുരുത്വാകർഷണത്തോട് ചെടികൾ പ്രതികരിക്കുന്ന പ്രതിഭാസം. ഭൂഗുരുത്വാകർഷണത്തോട് ചെടികൾ പ്രതികരിക്കുന്ന പ്രതിഭാസമാണ് ജിയോട്രോപിസം. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്ന രോഗം. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്ന രോഗമാണ് മാലക്കണ്ണ്. ആലപ്പുഴയെ കിഴക്കിൻ്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? ആലപ്പുഴയെ കിഴക്കിൻ്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് വൈസ്രോയി കഴ്സൺ പ്രഭു. കഴ്സൺ പ്രഭു. ആസൂത്രണ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ വനിത. ആസൂത്രണ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിതയാണ് ദുർഗാബായ് ദേശ്മുഖ്. ദുർഗാബായ് ദേശ്മുഖ്. എലഫന്റ് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ്? എലഫന്റ് വെള്ളച്ചാട്ടം മേഘാലയയിലാണ്. എവറസ്റ്റ് കൊടുമുടിക്ക് ആ പേര് നൽകിയത്. എവറസ്റ്റ് കൊടുമുടിക്ക് ആ പേര് നൽകിയത് കേണൽ ആൻഡ്രൂ വാഗ് ആണ്. കേണൽ ആൻഡ്രൂ വാഗ്. ശക്തമായ റേഡിയോ തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ഗ്രഹം. ശക്തമായ റേഡിയോ തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ഗ്രഹം വ്യാഴം. വിനോദസഞ്ചാരം വ്യവസായമായി അംഗീകരിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? വിനോദസഞ്ചാരം വ്യവസായമായി അംഗീകരിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യ ജില്ല. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യത്തെ ജില്ല എറണാകുളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം കേരളം. കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയമാണ് ഇളനീർ. കേരളത്തിൻ്റെ പാരീസ് എന്ന യൂറോപ്യന്മാർ വിശേഷിപ്പിച്ച പട്ടണം ഏതാണ്? കേരളത്തിൻ്റെ പാരീസ് എന്ന യൂറോപ്യന്മാർ വിശേഷിപ്പിച്ച പട്ടണമാണ് തലശ്ശേരി. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെട്ടത്. മയ്യഴി എം മുകുന്ദനാണ്. എം മുകുന്ദൻ. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന പുഴ. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ മയ്യഴിപ്പുഴയാണ്.
ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ A.K. ഗോപാലൻ. A.K. ഗോപാലൻ. വലിയ ദിവാൻജി എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ ദിവാൻ. വലിയ ദിവാൻജി രാജ കേശവദാസ്. കേരളത്തിൽ തിരമാലയിൽ നിന്ന് ആദ്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത്. കേരളത്തിൽ തിരമാലയിൽ നിന്ന് ആദ്യമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത് എവിടെയാണ്? വിഴിഞ്ഞത്താണ്. വിഴിഞ്ഞം. കേരള നിയമസഭ മലയാള ഭാഷാ ബിൽ പാസാക്കിയ വർഷം. കേരള നിയമസഭ മലയാള ഭാഷാ ബിൽ പാസാക്കിയത് 2015 ഡിസംബർ 17 2015 ഡിസംബർ 17. ഇന്ത്യയിൽ സംസ്ഥാനങ്ങളുടെ അതിർത്തിയിൽ മാറ്റം വരുത്തുന്നതിനുള്ള അധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? പാർലമെന്റിലാണ്. ഇന്ത്യയിൽ സംസ്ഥാനങ്ങളുടെ അതിർത്തിയിൽ മാറ്റം വരുത്തുന്നതിനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് പാർലമെന്റിലാണ്. ട്രെയിൻ ടു പാകിസ്ഥാൻ ആരുടെ കൃതിയാണ്? ട്രെയിൻ ടു പാകിസ്ഥാൻ ഖുഷ്വന്ത് സിംഗ് ആണ്. ഖുഷ്വന്ത് സിംഗ്. അഞ്ചാം വേദം എന്നറിയപ്പെടുന്നത്? അഞ്ചാം വേദം മഹാഭാരതം. 1916 പാലക്കാട് നടന്ന ഒന്നാം മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആനി ബസന്റ് ആണ്. ആനി ബസന്റ്. മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിച്ച സന്ധി ഏതാണ്? മൂന്നാമത്തെ കർണാട്ടിക് യുദ്ധം അവസാനിപ്പിച്ചത് പാരീസ് ഉടമ്പടിയോട് കൂടിയാണ്. പാരീസ് ഉടമ്പടി. ആൽക്കലിയിൽ ഫിനോഫ്തലിന്റെ നിറം. ആൽക്കലിയിൽ ഫിനോഫ്തലിന്റെ നിറം പിങ്ക്. അർബുദം ബാധിക്കാത്ത ശരീരഭാഗമാണ് ഹൃദയം. അർബുദം ബാധിക്കാത്ത ശരീരഭാഗം ഹൃദയം. ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്നത്? ടേബിൾ ഷുഗർ സൂക്രോസ് ആണ് ടേബിൾ ഷുഗർ എന്ന് അറിയപ്പെടുന്നത്. അക്യൂപങ്ക്ചർ എന്ന ചികിത്സ ഉടലെടുത്ത രാജ്യം? അക്യൂപങ്ക്ചർ ചൈനയാണ്. ചൈന. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. സേവാ സദൻ ആരുടെ കൃതിയാണ്? കൃതിയുടെ പേര് സേവാ സദൻ പ്രേംചന്ദ് ആണ്. പ്രേംചന്ദ്. എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദീപത്തിനെ മറ്റൊരു ദീപം തെളിക്കാനാവൂ എന്ന് പറഞ്ഞത്? എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദീപത്തിനെ മറ്റൊരു ദീപം തെളിക്കാനാവൂ എന്ന് പറഞ്ഞത് ടാഗോർ. ആലുവ അദ്വൈതാശ്രമത്തിന്റെ പ്രമാണവാക്യം? ഓം സാഹോദര്യം സർവത്ര. ആലുവ അദ്വൈതാശ്രമത്തിന്റെ പ്രമാണവാക്യമാണ് ഓം സാഹോദര്യം സർവത്ര എന്നത്. ഏറ്റവും ആഴം കൂടിയ സമുദ്രം ഏതാണ്? ഏറ്റവും ആഴം കൂടിയ സമുദ്രം പസഫിക് സമുദ്രമാണ്. ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്നത്? ഇന്ത്യയുടെ കവാടം മുംബൈ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല പാലക്കാടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ലയാണ് പാലക്കാട്. ശ്രീനാരായണ സേവിക സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്? സഹോദരൻ അയ്യപ്പനാണ്. ശ്രീനാരായണ സേവിക സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് സഹോദരൻ അയ്യപ്പൻ. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ്. പ്രകാശവർഷം എന്നത് ഏതിൻ്റെ ഏകകമാണ്? പ്രകാശവർഷം ദൂരത്തിന്റെ ഏകകമാണ് പ്രകാശവർഷം. സില്ലി പോയിന്റ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സില്ലി പോയിന്റ് ക്രിക്കറ്റാണ്. ക്രിക്കറ്റ്. നഴ്സറി ഓഫ് ഹോക്കി എന്നറിയപ്പെടുന്ന പഞ്ചാബിലെ ഗ്രാമം ഏതാണ്? നഴ്സറി ഓഫ് ഹോക്കി എന്നറിയപ്പെടുന്ന പഞ്ചാബിലെ ഗ്രാമം സൻസാർപൂർ ആണ്. സൻസാർപൂർ. നഴ്സറി ഓഫ് ഹോക്കി എവിടത്തെയാണ്? പഞ്ചാബിലെയാണ്. ബംഗാൾ ഗസറ്റിന്റെ മറ്റു രണ്ട് പേരുകൾ ഏതൊക്കെയാണ്? ബംഗാൾ ഗസറ്റിന്റെ മറ്റു രണ്ട് പേരുകളാണ് ഹിക്കീസ് ഗസ്റ്റ്, കൽക്കട്ട ജനറൽ ഗസ്റ്റ് അഡ്വർടൈസർ എന്നത്. ഹിക്കീസ് ഗസ്റ്റ് എന്നറിയപ്പെട്ടത് ബംഗാൾ ഗസറ്റ് ആണ്. അതുപോലെ കൽക്കട്ട ജനറൽ ഗസ്റ്റ് അഡ്വർടൈസർ എന്നറിയപ്പെട്ടതും ബംഗാൾ ഗസറ്റ് ആണ്. ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ ചണ്ഡീഗഡ്. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ് ഭാരത രത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഭാരത രത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മണിപ്പൂരാണ്. മണിപ്പൂർ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.